നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ തന്നെയാണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ സൈമൾട്ടേനിയസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അത് ടു ആൻ എക്സ്റ്റെൻഡ് ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ പറഞ്ഞ പോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. എന്തായാലും സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക്, അതായത് നമ്മുടെ ലോക്സഭകളിലേക്കും അതുപോലെ സംസ്ഥാനത്തെ നിയമസഭകളിലേക്കും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലേക്കും ഒറ്റ തവണയായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് അല്ല. ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ പാർലമെന്റിലേക്ക്, ഇപ്പോൾ റീസെന്റ് പാർലമെന്റിലേക്കുള്ള ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ നിലവിൽ നോക്കുവാണെങ്കിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻ അല്ല. ടു ആൻ എക്സ്റ്റെൻഡ് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒരു സമയത്ത് തന്നെ ഇലക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടെ ഒറ്റ ടൈമിൽ ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലേക്കും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ടും ആ ഒരു ആർട്ടിക്കിളിന്റെ സമയത്ത് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ തൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ആക്ച്വലി ഇന്ത്യയുടെ ഫ്രാൻസിന്റെ, ഇപ്പം ഇന്ത്യ ഫ്രാൻസ് സ്പേസ് മിഷൻസിന്റെ ഒക്കെ തന്നെ ഒരു 60th ആനിവേഴ്സറി ആണ്. ഈ ഒരു സ്പേസ് മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഫ്രാൻസും സഹകരണത്തിന്റെ ഒരു 60ാം വാർഷികം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു വേളയിൽ ഗഗൻയാൻ മിഷന്റെ കുറച്ച് അപ്ഡേഷൻസുമായിട്ട് വന്നിട്ടുണ്ട്. മീൻസ് ആ ഗഗൻയാൻ മിഷനിൽ ഫ്രാൻസിന്റെ നല്ലൊരു സഹകരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വാർത്തയിൽ വന്നാണ് ഈ തൃഷ്ണ മിഷൻ. നമ്മൾ ഇന്ത്യയും ഫ്രാൻസും കൂടെ സഹകരിച്ച് മീൻസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഒരു തൃഷ്ണ സാറ്റലൈറ്റ്. അതിന്റെ മിഷനാണ് തൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. 2026 ഇതിന്റെ ഒരു ലോഞ്ച് ബേസിക്കലി ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്പേസ് മിഷൻസ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ടു ആൻ എക്സ്റ്റെൻഡ് പ്രിലിംസിന്റെ ആർട്ടിക്കിൾ തന്നെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് മെയിൻസിന്റെ. ബാക്കി മൂന്നും ഏകദേശം പറയുവാണെങ്കിൽ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. മൂന്നാമതും നാലാമത്തും ആർട്ടിക്കിളും ഒരു സെയിം ടോപ്പിക് തന്നെയാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസ് തന്നെയാണ്. ബിക്കോസ് ഈ രണ്ട് ടോപ്പിക്കും സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന് PM ആശ എന്നുള്ള സ്കീമും രണ്ടാമത്തെ PM JUGA ആയിട്ട് ഒരു ട്രൈബൽ, ഈ പറഞ്ഞ ട്രൈബൽ പോപ്പുലേഷനെ സഹായിക്കാനുള്ള സ്കീമാണ് നാലാമത്തെ പോയിന്റ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും, അവസാനത്തെ രണ്ട് ടോപ്പിക്ക് സ്കീമിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കും. രണ്ടാമത്തെ ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ, ഫസ്റ്റ് വൺ ആണ് ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവ് മെയിൻ റിലേറ്റഡ് ആണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്കുകളെല്ലാം വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു മോഡൽ MCQ കൂടെ, പ്രിലിംസ് മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, സൈമൾട്ടേനിയസ് പോൾസ് പ്ലാൻ ഗെറ്റ് യൂണിയൻ ക്യാബിനറ്റ് നോഡ് എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് 2019 തൊട്ട് തന്നെ ആവശ്യങ്ങൾ വരുന്നതാണ്. ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഇതിന് വേണ്ടിയിട്ട് വരുന്നത് 2019 തൊട്ടിട്ടാണ്. പക്ഷെ അതിലേക്ക് പല സംസ്ഥാനങ്ങളും യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ 2023 കഴിഞ്ഞ വർഷം സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക്, മീൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിനെയാണ് ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇന്ന് തന്നെ ആ ഒരു അതിന്റെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ അത് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് മാത്രം വായിച്ചു പോയാൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ഒക്കെ പറയുമ്പോഴേക്കും ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണോ നടപ്പാക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഇതിനു മുമ്പും ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ്, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഇലക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിരുന്നു. വിച്ച് മീൻസ് 1952 നമ്മൾ ആദ്യമായിട്ട് പാർലമെന്റ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ആ 52 അത് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ വർഷമായിരുന്ന 1957 ഇലക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിരുന്നു. ഇവിടെ സംസ്ഥാനങ്ങളിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ചായിരുന്നു പോളുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനാദ്യമായിട്ട് ഈ സൈക്കിൾ ബ്രോക്ക് ചെയ്ത് കേരളമാണ്. കാരണം കേരളത്തിൽ ആ ഒരു 1957 ആ ഒരു ടൈം പീരിയഡ്, അല്ലെങ്കിൽ 1959 ആ ടൈം പീരിയഡിൽ നമ്മളൊരു അടിയന്തരാവസ്ഥ കാലഘട്ടം വരുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ സർക്കാർ മീൻസ് സ്ഥാനം ഒഴിയുകയും പിന്നീട് നടന്ന ഈ പറഞ്ഞ 1960 വീണ്ടും ഒരു കേരളത്തിൽ പുതിയൊരു സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സൈക്കിൾ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അത് പിന്നീട് ഈ പറഞ്ഞ പോലെ പല പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ നിലവിൽ ആകപ്പാട് പറയുവാണെങ്കിൽ നമ്മുടെ ലോക്സഭ ഇലക്ഷൻസിനൊപ്പം കണ്ടക്ട് ചെയ്യുന്നത് 4 സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് ആണ്. 1 ആന്ധ്രാപ്രദേശ്, 2 ഒഡീഷ, 3 അരുണാചൽ പ്രദേശ് ആൻഡ് സിക്കിം. ഈ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള
നിയമസഭാ ഇലക്ഷൻസ് നിലവിൽ പറയുവാണെങ്കിൽ ലോക്സഭാ ഇലക്ഷൻസിനോടൊപ്പം തന്നെയാണ് നടത്താറുള്ളത്. ഈ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബാലറ്റ് പേപ്പർ, ഒരു ബാലറ്റ് മെഷീനിൽ നമ്മൾ ലോക്സഭയുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു, അടുത്തൊരു ബാലറ്റ് മെഷീനിൽ നമ്മുടെ നിയമസഭയിലേക്കുള്ള കാൻഡിഡേറ്റിനായിരിക്കും വോട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസിലൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ 3 ടയർ ആണല്ലോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്ത്, ലോക്കൽ പഞ്ചായത്ത്, പിന്നെ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഈ മൂന്നിലേക്കും കൂടെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട്, അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ 3 മെഷീൻസ് കാണും. ആ 3 മെഷീൻസിൽ ഒന്ന് പഞ്ചായത്തിലേക്കുള്ള കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ മെഷീനിൽ ബ്ലോക്ക് പഞ്ചായത്ത്, മൂന്നാമത്തെ നമ്മൾ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്കുള്ള കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ ഒരു സിറ്റുവേഷൻ ആണ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു 2 ബാലറ്റ് മെഷീൻ കാണും. ഒരെണ്ണത്തിലേക്ക് നമ്മൾ ലോക്സഭ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു, രണ്ടാമത്തേൽ നമ്മുടെ നിയമസഭ, നമ്മുടെ ഏതാണോ നമ്മുടെ കറസ്പോണ്ടിങ് നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസി, അതിലേക്കുള്ള കാൻഡിഡേറ്റിന് നമ്മൾ വോട്ട് ചെയ്യുന്നു. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് ബോത്ത് ഇതിന് പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ട്. അതാണ് കുറച്ചുകൂടെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത ദിവസങ്ങളായിട്ട് അപ്ഡേഷൻ വരും. കാരണം ഇതൊരു ചെറിയൊരു പ്രക്രിയയല്ല തീർച്ചയായിട്ടും. കാരണം നിലവിലെ ഇന്ത്യയിലെ ഇപ്പോൾ 5 ഇയർ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് സംസ്ഥാനങ്ങൾ, ഇതിപ്പോൾ നാളെയോ മറ്റന്നാളോ വരുമെന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ടു ആൻ എക്സ്റ്റെന്റ് ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ വന്നേക്കായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ചിലപ്പം ആ ഒരു പ്രഖ്യാപനം വരുന്നതിന് മേ ബി ഒരു 3 or 4 മാസം മുമ്പ് പുതിയതായിട്ട് അധികാരത്തിലേറിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് 1 മാസം മുമ്പ് ടെന്യൂർ തീരാൻ പോകുന്ന ചില സംസ്ഥാനങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്തായാലും നിലവിൽ ഈ പറഞ്ഞ ഉള്ള സംസ്ഥാനങ്ങൾ, നിലവിൽ പുതിയതായിട്ട് അധികാരത്തിലേറിയ സംസ്ഥാനങ്ങളെ, സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരെണ്ണം കണ്ടക്ട് ചെയ്യണമെങ്കിൽ പിരിച്ചുവിടണം. അല്ലെങ്കിൽ നിലവിൽ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ചിലപ്പോൾ ഒരു ടെന്യൂർ 1 or 2 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായാലും ഓൾ ഓവർ നോക്കുവാണെങ്കിൽ ഒരു ടെഡിയസ് പ്രോസസ് തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെന്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അതുപോലെ ആർട്ടിക്കിളിൽ പലതിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അപ്ഡേഷൻസ് നമുക്ക് അടുത്ത ദിവസങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ മെയിൻലി ഈ ഒരു വാർത്തയിൽ നിന്നും പഠിക്കാനായിട്ട് പോകുന്നത്, ഇങ്ങനെ ഒരു സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് വരികയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും അതിലൂടെ പോരാൻ പോകുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സുമാണ് നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ സ്ലൈഡിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ആയിരുന്നു. അതിന് ഫസ്റ്റ് ബ്രോക്ക് ചെയ്ത് കേരളത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് നിലവിൽ പറയുവാണെങ്കിൽ ലോക്സഭ ഇലക്ഷൻസുമായിട്ട് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്ന 4 സംസ്ഥാന ഇലക്ഷൻസേ ഉള്ളൂ: ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ് ആൻഡ് സിക്കിം. ഈ പോയിന്റ് ഇത്രയും ഈ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്തതായിട്ട്, ഇങ്ങനെ ഒരു സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് എന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച് ഏകദേശം 35 വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് 1983-ലെ അന്നത്തെ ഇലക്ഷൻ കമ്മീഷനും ഇങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഈ ഒരു ഇലക്ഷൻസ് ഒക്കെ തന്നെ ബോത്ത് ഈ പറഞ്ഞ നമ്മുടെ നിയമസഭകളിലേക്കും അതേപോലെ തന്നെ പാർലമെന്റുകളിലേക്കുള്ള ഇലക്ഷൻസിന് ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ടെഡിയസ് പ്രോസസ്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒറ്റ തവണയാണെങ്കിൽ ഈ റിസോഴ്സ് എല്ലാം ഒരു തവണ യൂട്ടിലൈസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 83-ൽ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ പിന്നീട് ഈ പറഞ്ഞ പോലെ 1999-ൽ പബ്ലിഷ് ചെയ്ത ലോ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത്, 170th റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ജസ്റ്റിസ് BP ജീവൻ റെഡ്ഡിയുടെ അധ്യക്ഷതയുണ്ടായിരുന്ന ലോ കമ്മീഷനായിരുന്നു. അവിടെയും ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു സൈമിൾട്ടേനിയസ് ഇലക്ഷൻ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് വന്ന ഓരോരോ കേന്ദ്രത്തിലെ സംസ്ഥാനങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ആ തീരുമാനങ്ങൾ നീണ്ടു പോവുകയാണ്. അതാണ് ഇപ്പോൾ ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്തി നിൽക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇതിന്റെ ആവശ്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2019-ൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനാണ് ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ മോഡി ഇങ്ങനെ ഒരു 1 നേഷൻ 1 കോൺസ്റ്റിറ്റ്യൂഷൻ 1 ഇലക്ഷൻ എന്നുള്ളൊരു എന്താ പറയുക ഒരു മോട്ടോ ഒക്കെ കൊണ്ടുവന്നതും സൈമിൾട്ടേനിയസ് ഇലക്ഷൻ വേണം എന്നുള്ള തീരുമാനം മുന്നോട്ട് വെക്കുന്നതും അതിന് പ്രകാരമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2, 2023-ൽ രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ ക്യാബിനറ്റ് ഈ പറഞ്ഞ പോലെ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ബേസിക്കലി ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്ന ബെനിഫിറ്റ്സും അതേപോലെ ഡിസഡ്വാൻറ്റേജും ആണ്. ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒറ്റത്തവണ ഇലക്ഷൻ നടപ്പാക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം പലപ്പോഴും പല സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ മെയിൻലി ഇലക്ഷൻ ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയുക പെയ്ഡ് ലീവും കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടും. പക്ഷേ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിർവാഹം ഉണ്ടാവില്ല. പലരും ഈ പറഞ്ഞ പോലെ അങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ പോലും പല സ്ഥാപനങ്ങളും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. പല ജോലിക്കാരും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ഒരു ദിവസത്തെ വേതനം വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും വോട്ട് ചെയ്യാൻ വരുന്നത്. അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമില്ല. കാരണം ഒരു ദിവസത്തെ വേതനം പോവല്ലോ, ആ ഒരു വേജ് പോവല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും കുറെ പേരെങ്കിലും വോട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ സ്ഥാനത്ത് ഇങ്ങനെ നമ്മൾ ഒറ്റ തവണ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മെനക്കെട്ടാൽ മതി. മറ്റേ ഈ പറഞ്ഞ വർഷത്തിൽ 2 or 3 തവണ മെനക്കെടുന്നതിന് പകരം ഇത് ഒറ്റ തവണ മെനക്കെട്ടാൽ മതി എന്ന് ആലോചിക്കുമ്പോൾ അതിൽ കൂടുതൽ പേരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴേക്കും കമ്പനികളാണെങ്കിലും എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ദിവസം പരിപാടിയല്ലേ ഉള്ളൂ, വേജസോടുകൂടി തന്നെ ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മീൻസ് ജോലിക്കാർക്ക് ലീവ് അനുവദിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അല്ലെങ്കിൽ ഇനി വേജ് കട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് ഓർത്ത് വർക്കേഴ്സ് എല്ലാം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ടെഡിയസ് പ്രോസസ്സിനെ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്.
പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇതിന്റെ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. മറ്റേത് ഈ പറഞ്ഞ പോലെ ഈ ഒരു മെഷീൻസ് ഒക്കെ അതായത് വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനുള്ള ഉദ്യോഗസ്ഥരെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാടധികം എക്സ്പെൻഡിച്ചേഴ്സ് ഇതിന്റെ പുറത്തുണ്ട്. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ നമുക്ക് വൺ ടൈം ആയിട്ടുള്ള സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഇത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്നൊക്കെ പലപ്പോഴും ഇലക്ഷന്റെ സമയത്തൊക്കെ ആകുമ്പോൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ തന്നെ പലപ്പോഴും ലിമിറ്റേഷൻസ് വരും. അവർക്ക് പുതിയ പദ്ധതികൾ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ വോട്ടിനെ സ്വാധീനിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ തന്നെ ഇലക്ഷൻ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഒരു സംസ്ഥാന സർക്കാരിനെ നോർമലി പറയുവാണെങ്കിൽ 5 വർഷ കാലയളവുണ്ട്. പക്ഷേ ഈ 5 വർഷ കാലയളവിനിടയിൽ പല തവണയായിട്ട് ഇലക്ഷൻസ് വരുന്നുണ്ട്. അത് ലോക്സഭ ഇലക്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ പഞ്ചായത്ത് ഇലക്ഷൻസ് ഒക്കെ ആയിട്ടൊക്കെ പലതവണ ഇലക്ഷൻസ് വരുന്നുണ്ട്. ഈ പലതവണ ഇങ്ങനെ ഇലക്ഷൻസ് വരുമ്പോഴേക്കും ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 5 വർഷം തികച്ച് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സർക്കാരിന് പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് പല സമയങ്ങളിലും ഈ ഇലക്ഷൻസ് കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും 5 വർഷം എന്നുള്ളൊരു തികച്ച് പോളിസി കാലയളവ് സർക്കാരിന് കിട്ടുന്നില്ല. ഒരു മതിയായ ഒരു കാലഘട്ടം സർക്കാരിന് കിട്ടുന്നില്ല. അതാണ് പോളിസി പാരാലിസിസ് എന്നുള്ള ഒരു ബേസിക്കലി ഡിനോട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യമാണല്ലോ. ഇങ്ങനെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരൊക്കെ വേണം. അപ്പം ഈ ഒരു 2-3 വട്ടമൊക്കെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ 2-3 തവണകളായിട്ട് സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരുടെ ഇല്ലായ്മ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പ്രസന്റ് അല്ലാതാകുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഡെലിവറി ഓഫ് എസെൻഷ്യൽ സർവീസുകളൊക്കെ തന്നെ അത് ഇമ്പാക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ബർഡൻ ഓൺ ക്രൂഷ്യൽ മാൻ പവർ, അതായത് കുറച്ച് ഉദ്യോഗസ്ഥരേ ഉള്ളൂ, അവരിങ്ങനെ 2-3 വട്ടമായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു ക്രൂഷ്യൽ മാൻ പവർ ഷോർട്ടേജുകളും ഇത്തരത്തിലുള്ള ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എസെൻഷ്യൽ സർവീസസ് ആണെങ്കിലും ഈ 2-3 വട്ടമായിട്ട് മുടങ്ങുന്നതിന് പകരം ഒറ്റ വട്ടമാണെങ്കിൽ അത് ഒരു തവണ കൊണ്ട് അങ്ങ് തീർന്നല്ലോ, ആ പ്രശ്നം ഒരു തവണ കൊണ്ട് തീർന്നു. ആ മാൻ പവർ ആണെങ്കിലും ഒരു തവണ കൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇത് ഡെമോക്രസിയും ഫെഡറലിസത്തിനും ബാധിക്കും. ബിക്കോസ് ഇത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒറ്റത്തവണ ഇലക്ഷൻസ് വരുമ്പോഴേക്കും കൂടുതലും ഇലക്ഷൻ സമയങ്ങളിൽ ഹൈലൈറ്റഡ് ആകാൻ പോകുന്ന നാഷണൽ ഇഷ്യൂസ് ആയിരിക്കും. കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത്. റീജിയണൽ പരമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ തന്നെ അതിൽ മുങ്ങിപ്പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോഴേക്കും ഡെമോക്രസിയും ഫെഡറലിസത്തിനും, കാരണം സെൻട്രലിന്റെ കൂടുതൽ പവർ അവിടെ വരാൻ ചാൻസസ് ഉണ്ട്, ഫെഡറലിസത്തിനൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വോട്ടേഴ്സിന്റെ ചോയ്സിനെ റെസ്ട്രിക്റ്റും. ബിക്കോസ് റീജിയണൽ ഇഷ്യൂസ് അവിടെ ഹൈലൈറ്റഡ് ആകില്ല, നാഷണൽ ഇഷ്യൂസും നാഷണൽ പാർട്ടികളുടെ ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നാഷണൽ വേഴ്സസ് റീജിയണൽ ഇഷ്യൂസ് അവിടെ വന്നേക്കാം, അല്ലെങ്കിൽ റീജിയണൽ പാർട്ടികൾക്ക് ഡിസഡ്വാൻറ്റേജ്. ബിക്കോസ് റീജിയണൽ പാർട്ടികളെ അവിടെ ആരും വിലക്കെടുക്കത്തില്ല, നാഷണൽ പാർട്ടികളൊക്കെ ആയിരിക്കും കൂടുതൽ രംഗത്തേക്ക് വന്നിട്ടുണ്ടാവുക. പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് മാൻ പവർ കൺസ്ട്രെയിൻസ്, കാരണം ഈ പറഞ്ഞ പോലെ ഒറ്റത്തവണ ഒറ്റത്തവണ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വോട്ടിംഗ് മെഷീനുകൾ വേണം. രാജ്യത്തുടനീളം ഈ പറഞ്ഞ പോലെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 2 വോട്ടിംഗ് മെഷീൻ വേണം നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ലോക്സഭയിലേക്കും മറ്റേത് നമ്മുടെ നിയമസഭകളിലേക്കും. ഇതിന് മാത്രമുള്ള വോട്ടിംഗ് മെഷീനുകൾ നമുക്കില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ. ആ വോട്ടിംഗ് മെഷീൻസിന്റെ കൺസ്ട്രെയിൻസും അതിനുള്ള മാൻ പവർ എന്ന് പറയുന്നതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ അഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓർത്തിരിക്കുക, ഇത്രയും കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻസിന്റെ ഡിസഡ്വാൻറ്റേജ് പോയിന്റ് ആയിട്ട് നമുക്ക് ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിന് എക്സാം വ്യൂ പോയിന്റ് ആയിട്ട് ഇപ്പം നിലവിൽ നമുക്ക് പഠിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മോൺ ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു തൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: വി ആർ ഷെയറിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്സ്പെർട്ടൈസ് വിത്ത് ISR ഫോർ ഗഗനിയം മിഷൻ. ഗഗനിയാൻ മിഷൻ എന്താണെന്നുള്ള കാര്യം ഓൾറെഡി നമുക്ക് പലതവണ വാർത്തകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ അപ്കമിംഗ് ആയിട്ടുള്ള മാൻഡ് മിഷനാണ്, സ്പേസിലേക്കുള്ള ഒരു മാൻഡ് മിഷനാണ് നമ്മുടെ ഗഗനിയാൻ മിഷൻ. അതിന്റെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സ്പേസ് കൊളാബറേഷന്റെ 60th ആനിവേഴ്സറി ഇയർ ആണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു തൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. സോ ഈ തൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻഡോ ഫ്രഞ്ച് തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെന്റ് മിഷൻ എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സെക്കൻഡ് പാർട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സാറ്റലൈറ്റ് ആണ്, ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നാച്ചുറൽ റിസോഴ്സുകൾ അസസ് ചെയ്യാനായിട്ടുള്ള മിഷൻ കൂടിയാണ് ഈ തൃഷ്ണ മിഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലൂടെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോട്ട് ഒക്കെ തന്നെ ഫോർകാസ്റ്റ് ചെയ്യുക, അർബൻ ഹീറ്റ് ഐലൻഡ് ഒക്കെ തന്നെ മോണിറ്റർ ചെയ്യുക തുടങ്ങിയൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് കരുതപ്പെടുന്നത്. 2026 ഈ ഒരു മിഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഇതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ റീസെന്റ് സീൻ ന്യൂസ് തൃഷ്ണ മിഷൻ ഇസ് റിലേറ്റഡ് ടു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെന്റ് മിഷൻ എന്നുള്ള കാര്യം ഓർക്കാം. അതോടൊപ്പം ഇതിലൂടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ്. ക്ലൈമറ്റ്, അഗ്രികൾച്ചർ, ഡ്രോട്ട് ഫോർകാസ്റ്റിംഗ്, അർബൻ ഹീറ്റ് ഐലൻഡ് മോണിറ്ററിംഗ് തുടങ്ങിയൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻ മിഷൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 2026 ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇൻഡോ ഫ്രഞ്ച് കൊളാബറേഷൻ ആയിരിക്കും മിഷൻ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത്ര ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുന്നത്.
ഇനി നമ്മൾ മൂന്നാമത്തെ ആർട്ടിക്കിളാണ്. ഇതൊരു സ്കീമാണ്. PM ആശ സ്കീം എന്നുള്ളതാണ്. PM ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രധാനമന്ത്രി അന്നദാത ഐ സംരക്ഷൺ അഭിയാൻ എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഫുൾ ഫോം ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ അന്നദാത അഭിയാൻ എന്നൊക്കെ പറയുമ്പോൾ മെയിൻലി അത് ഉദ്ദേശിക്കുന്ന ഫാർമേഴ്സിനെയാണ്. അവരെയാണ് നമ്മൾ അന്നദാതാക്കൾ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്കീമാണ്. ഫാമേഴ്സിനെ പ്രൊട്ടക്ട് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫാമേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ വിളയിച്ചെടുക്കുന്ന വിളകൾക്ക് മതിയായിട്ടുള്ള വില കിട്ടുന്നില്ല, മാർക്കറ്റ് വരുമ്പോഴേക്കും വില കിട്ടുന്നില്ല എന്നുള്ളത്. അതിലേക്കുള്ള പരിഹാരമായിരുന്നു MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. പക്ഷേ MSPയുടെ ഡ്രോബാക്ക് നമുക്കറിയാം, ഇത് ലീഗൽ ബാക്കപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ MSP ഇത്ര രൂപ എന്ന് പറയുമ്പോഴും മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴേക്കും കടകളിൽ അല്ലെങ്കിൽ കടക്കാരൻ ആ വില കൊടുക്കുന്നത് ഒരു നിർബന്ധമില്ല. അപ്പോൾ അവിടെ പലപ്പോഴും കർഷകർ ചൂഷണത്തിന് ഇടയാകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ കൂടെ പരിഹരിക്കാനുള്ള സ്കീമാണ് PM ആശ എന്നുള്ളത്. അതായത് ഈ PM ആശ എന്നുള്ള സ്കീമിനകത്ത് ഒരു MSP അഷുറൻസ് ആണ് ബേസിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ പറയുന്ന വിലയ്ക്ക് തന്നെ സർക്കാരിന്റെ ഏജൻസികൾ ഇത് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും നാഫിഡ് ആണ്, നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ സ്കീം നടത്തുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു ബേസിക്കലി ആ MSPയുടെ ആ ഒരു സ്കീം തന്നെയാണ്. അതാണ് പ്രൈസ് സപ്പോർട്ട് സ്കീം. ഇതിന്റെ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് ആ ഒരു മിനിമം പ്രൈസ് സപ്പോർട്ട് കൊടുക്കുക. അത് ഏതിനൊക്കെയാണ്? പൾസസിനും ഓയിൽ സീഡ്സിനും കൊപ്ര പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇതിൽ നമ്മൾ പ്രൈസ് സപ്പോർട്ട് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടെ ഒരു സഹായത്തോടുകൂടി ആയിരിക്കും ഈ സ്കീം റൺ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് FCIയും നാഫിഡുമാണ് രംഗത്തേക്ക് വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. രണ്ടാമത്തെ ഇതിനകത്ത് കമ്പോണന്റ് ആണ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സ്കീം. അതായത് സർക്കാർ MSP ആയിട്ട് ഡിക്ലെയർ ചെയ്യുമല്ലോ, ആ റേറ്റിൽ നിന്നും എത്രയാണോ ഇപ്പോൾ മാർക്കറ്റിൽ കറന്റ് ഇപ്പോൾ MSP ഡിക്ലെയർ ചെയ്ത് 40 രൂപയാണ്, ഒരു എന്തെങ്കിലും ഒരു ക്രോപ്പിന് 40 രൂപയാണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഇത് MSP നമുക്കറിയാം സോ ചെയ്യുന്നതിന് മുമ്പാണ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഹാർവസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും 30 രൂപയെ മാർക്കറ്റിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ FCIയും അതേപോലെ തന്നെ നാഫിഡ് ഇത് പ്രൊക്യൂർ ചെയ്യും. എത്രയാണോ MSP, മാർക്കറ്റിലെ വില എത്രയാണോ ഇതിന്റെ ഗ്യാപ്പ് തുക നൽകി തന്നെ ആ ഒരു കറക്റ്റ് ആ MSP റേറ്റിൽ തന്നെ എന്ത് ചെയ്തോളും, ഈ ഒരു ക്രോപ്പ് പ്രൊക്യൂർ ചെയ്തെടുത്തോളും. അതാണ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ പ്രൈസ് സപ്പോർട്ട് സ്കീമും രണ്ടാമത്തെ പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെന്റ് സ്കീമും ഉള്ള രണ്ട് കമ്പോണന്റ് ആണ് PM ആശ എന്നുള്ള സ്കീമിനകത്തുള്ളതെന്നുള്ള കാര്യം ഓർക്കുക. ഫാമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഈ സ്കീമിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് ആ ഒരു സ്കീമിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളതാണ്. ഇനി മൂന്നാമത്തെ ആർട്ടിക്കിളും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളത് തന്നെയാണ്. 5 lakh ടു ട്രാൻസ്ഫോം ട്രൈബൽ ഹൗസ് ഇൻ ടു ഹോം സ്റ്റേ യൂണിറ്റ്. ഈ ഒരു സ്കീമിന്റെ പേരാണ് PMJUJ. ഓക്കെ, PMJUJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ. പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ അഥവാ PMJUGA എന്നുള്ളതാണ് ആ ഒരു സ്കീമിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, നമ്മൾ ഈ സ്കീമിലൂടെ ട്രൈബൽ ഹൗസ് ഹോൾഡുകൾക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായം കൊടുത്ത് അവരുടെ വീടുകളൊക്കെ തന്നെ മോടി പിടിപ്പിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഫോറിനേഴ്സ് വരാറുണ്ട്. ആ ടൂറിസം നമ്മൾ ക്യാച്ചപ്പ് ചെയ്യണം. അതായത് അത്തരത്തിൽ വരുന്ന ടൂറിസ്റ്റ് ആളുകൾക്ക് ഈ വീടുകളൊക്കെ തന്നെ, ട്രൈബൽ വില്ലേജിലുള്ള വീടുകളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു അട്രാക്റ്റീവ് രീതിയിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹോം സ്റ്റേസ് ഒരുക്കാൻ പറ്റും. ആ ഹോം സ്റ്റേയിലൂടെ ഇത്തരത്തിൽ ട്രൈബൽ വില്ലേജിലുള്ള ആളുകൾക്ക് ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും. അതാണ്, ആ ലക്ഷ്യമാണ് മെയിൻലി ഈ ഒരു സ്കീമോട് ഉദ്ദേശിക്കുന്നത്. അപ്പം PMJUG അഥവാ പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാന്റെ ഒരു ബേസിക് ഉള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ടേൺ ദെയർ ഹോംസ്, അതായത് ട്രൈബൽ ഹോംസിനെ ഇൻറ്റു ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ആക്കുക, ട്രൈബൽ ഹോംസിനെ ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ആക്കുക, ഓർ ടു ബിൽഡ് ന്യൂ വൺസ്, പുതിയ ഇതുപോലുള്ള കെട്ടിടങ്ങൾ പണിയുക, മീൻസ് ട്രൈബൽ വില്ലേജ് ഹൗസുകൾ പണിയുക അല്ലെങ്കിൽ ഇത്തരം പുതിയ ഒന്നെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയൊരു ഹോം സ്റ്റേസ് ആക്കുക, അല്ലെങ്കിൽ പുതിയ ഇത്തരത്തിലുള്ള ഹോം സ്റ്റേ പോലെ ട്രൈബൽ വില്ലേജസിൽ ഹോം സ്റ്റേകൾ പോലെയുള്ള കെട്ടിടങ്ങൾ പണിത് അത് ടൂറിസം ആക്ടിവിറ്റീസിന് ഉപയോഗിച്ച് ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് മെയിൻലി ഓർത്തിരിക്കുക കേട്ടോ. അതാണ് മെയിൻ അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ എയിം ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അത്രയാണ് ഇന്നത്തെ DNA എത്തുന്നത്. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾസ് തന്നെയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്കുള്ളതൊരു പ്രിലിംസിന്റെ MCQ ആണ്. നമ്മൾ ഇന്ന് ഓൾറെഡി തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത PM ആശ സ്കീമിനെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ABCD 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നമ്മൾ പഠിച്ച പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ആൻസർ ചൂസ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്